ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ലഭ്യമാക്കുന്നതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. മൂവാറ്റുപുഴയിൽ അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി കണ്ണൂരിൽ പിടിയിൽ. ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. മകരവിളക്കിനോടനുബന്ധിച്ച് ഈ മാസം 16 മുതൽ 20 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ്ങിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടക്കുന്ന ഉച്ചകോടിയുടെ 10ാം പതിപ്പിൽ നിരവധി ലോക നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം പ്രമുഖ ആഗോള കോർപ്പറേഷനുകളുടെ മേധാവിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് നടക്കുന്ന ആഗോള ഫിൻടെക് നേതാക്കളുടെ കൂട്ടായ്മയിൽ വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾക്ക് പ്രചാരം നൽകുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. യാത്ര ഇന്ന് രാവിലെ കണ്ണൂർ ന്യൂ മാഹി പഞ്ചായത്തിൽ എത്തി. ഉച്ചയ്ക്ക് ശേഷം അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ മുഴുപ്പാലയിൽ യാത്ര എത്തിച്ചേരും. മലപ്പുറത്ത് ഇന്ന് രാവിലെ തിരൂർ ബ്ലോക്കിലെ വളവന്നൂരിൽ പരിപാടി സംഘടിപ്പിച്ചു. ഉച്ചയ്ക്ക് തിരുനാവായിലാണ് യാത്ര എത്തുക. കോഴിക്കോട് ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. വേളം ഗ്രാമപഞ്ചായത്തിൽ ഉച്ചതിരിഞ്ഞ് യാത്രയുടെ സമാപന പൊതുസമ്മേളനം നടക്കും. മരുതൊങ്കര പഞ്ചായത്തിലും പൊതുസമ്മേളനം ഉണ്ട്. ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ യാത്ര തുടരും. കോഴിക്കോട് കോർപ്പറേഷനിലെ വെസ്റ്റ് ഹില്ലിലും നടക്കാവിലുമാണ് ഇന്നത്തെ പര്യടനം. എറണാകുളം ജില്ലയിൽ രാവിലെ നെടുമ്പാശ്ശേരിയിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായ പരിപാടികൾ നടന്നു. ഉച്ചകഴിഞ്ഞ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലും പരിപാടി നടക്കും. ഇടുക്കിയിലെ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ എത്തി. ആലപ്പുഴ ജില്ലയിൽ യാത്ര 50 ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് പുന്നപ്ര തെക്ക്, പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ്, ശ്രീകണ്ഠേശ്വരം എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പയാത്ര ഇന്നെത്തും. കൊല്ലം ജില്ലയിൽ യാത്രയുടെ ഗ്രാമപര്യടനം പൂർത്തിയായി. കേന്ദ്ര പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ. വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം വർക്കല ചെറുനിയൂരിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പദ്ധതി ആനുകൂല്യങ്ങൾ അർഹതയുള്ളവർക്ക് ലഭിക്കുന്നു എന്ന് വികസിത് ഭാരത് സങ്കല്പയാത്രയിലൂടെ വീണ്ടും ഉറപ്പിക്കുകയാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കേന്ദ്ര പദ്ധതിയിലൂടെ സംരംഭകനായ കൊല്ലം ജില്ലയിലെ പൂയപ്പിള്ളി സ്വദേശി ബിനോയ് തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. PMEGP എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതിയിൽ 10 ലക്ഷം രൂപ വരെ ഈടില്ലാതെ ലഭ്യമാകുമെന്നും അതിൽ 3 ലക്ഷം രൂപ നമുക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുമെന്ന് അറിയാൻ സാധിച്ചു. പുതിയ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് പഠിക്കുകയും ന്യൂ ഇവന്റ്സ് ആൻഡ് ന്യൂ ടെക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള പ്രോജക്ടുകൾ തയ്യാറാക്കുകയും ബാങ്കിൽ നിന്ന് ലോണിന് സാക്ഷ്യം ലഭിക്കുകയും ചെയ്തു. വ്യവസായ വകുപ്പിൽ നിന്നുള്ള എല്ലാ പേപ്പർ വർക്കുകളും റെഡിയായി. 2018 9ാം മാസം തന്നെ ഞങ്ങൾ പുതിയ സംരംഭം ആരംഭിച്ചു. 10-20 ജോലിക്കാരുമായിട്ടാണ് ഇന്ന് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. മൂവാറ്റുപുഴയിൽ അധ്യാപകൻ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. 1ാം പ്രതിയായ സവാദിനെയാണ് NIA കണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ നടന്ന സംഭവത്തിന് ശേഷം 13 വർഷമായി സവാദ് ഒളിവിലായിരുന്നു. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മലയാളം അധ്യാപകനായിരിക്കെയാണ് ചോദ്യപേപ്പറിൽ മതനിന്ദ ആരോപിച്ച് പ്രൊഫസർ ടി.ജെ. ജോസഫിന് നേരെ ആക്രമണം നടന്നത്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് സംഘടനയിലെ അംഗമായിരുന്ന സവാദിനെതിരെ ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കൊച്ചി മെട്രോ പുതുതായി ഏർപ്പെടുത്തിയ വാട്സ്ആപ്പ് QR ടിക്കറ്റുകൾ നിലവിൽ വന്നു. വാട്ടർ മെട്രോയ്ക്കുള്ള 11 ബോട്ടുകൾ കൂടി ജൂണിനുള്ളിൽ കൊച്ചി കപ്പൽശാല നിർമ്മിച്ച് നൽകുമെന്നും KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കൊച്ചി മെട്രോ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കാക്കനാട് വരെയുള്ള സർവീസ് 2 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ പ്രതിദിനം ശരാശരി 94,000 പേർ മെട്രോ ഉപയോഗിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ സ്റ്റേഷൻ കമ്മീഷൻ ചെയ്യുന്നതോടെ യാത്രക്കാരുടെ എണ്ണം 1 ലക്ഷത്തിലേക്കെത്തുമെന്നും ശ്രീ ബെഹ്റ പറഞ്ഞു. ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫായി റിയർ അഡ്മിറൽ ഉബൽ കുണ്ടു ചുമതലയേറ്റു. ആന്റി സബ്മറീൻ സ്പെഷ്യലിസ്റ്റായ അദ്ദേഹം INS ത്രികണ്ഠ്, INS കുത്താർ തുടങ്ങിയ യുദ്ധക്കപ്പലുകളുടെ കമാൻഡിംഗ് ഓഫീസറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൊച്ചി ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനത്ത് ചീഫ് സ്റ്റാഫ് ഓഫീസർ ട്രെയിനിംഗ് ആയി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. മലയാളത്തിന്റെ നാദവിസ്മയമായ ഗാനഗന്ധർവൻ KJ യേശുദാസിന് ഇന്ന് ശതാഭിഷേകം.
കാലാതിവർത്തിയായ സ്വരമാധുരി കൊണ്ട് ആസ്വാദകരെ എന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഗീത പ്രതിഭയാണ് യേശുദാസ്. 1940 ജനുവരി 10 പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരുടെയും എലിസബത്തിന്റെയും മകനായി ഫോർട്ട് കൊച്ചിയിൽ ജനിച്ച അദ്ദേഹം 9-ാം വയസ്സിൽ ആദ്യ കച്ചേരി അവതരിപ്പിച്ചു. 1961 21-ാം വയസ്സിൽ പിന്നണി ഗായകനായി. തുടർന്ന് 7 പതിറ്റാണ്ടുകളായി 12ഓളം ഭാഷകളിലൂടെ 50,000-ത്തിലധികം ഗാനങ്ങൾ പാടി. 8 തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും 25 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി. അമേരിക്കയിലെ ടെക്സാസിലുള്ള വസതിയിൽ ഇരുന്നുകൊണ്ട് അല്പം മുമ്പ് അദ്ദേഹം ഓൺലൈനിൽ ജന്മദിന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ യേശുദാസിന് പിറന്നാൾ ആശംസകൾ നേർന്നു. 84-ാം വയസ്സിലും പാട്ടുകൾ പാടുന്ന ആ ശബ്ദവിസ്മയത്തിന് എന്നും യുവത്വമാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. മലയാള സിനിമാ സംവിധായകൻ വിനു അന്തരിച്ചു. 69 വയസ്സായിരുന്നു. ഉദര സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കുസൃതിക്കാറ്റ്, മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത, ആയുഷ്മാൻ ഭവ എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ തീർത്ഥാടകർ ക്യൂ നിൽക്കുന്നത് 15-ലധികം മണിക്കൂർ. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പമ്പയിൽ നിന്ന് സന്നിധാനം വരെ 15-ലധികം മണിക്കൂർ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ ദർശനം നടത്തുന്നത്. മണിക്കൂറിൽ 4400 പേർ പടി ചവിട്ടുന്നുണ്ട്. 14-ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി 50,000-ആയും മകരവിളക്ക് ദിനത്തിൽ 40,000-ആയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം. മകരമാസ പൂജയ്ക്കായി ജനുവരി 16 മുതൽ 20 വരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ശബരിമല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ പ്രധാന ആചാരങ്ങളിലൊന്നായ എരുമേലി പേട്ടതുള്ളൽ വെള്ളിയാഴ്ചയും എരുമേലി നൈനാർ മസ്ജിദിലെ ചന്ദനക്കുടം ഘോഷയാത്ര നാളെയും നടക്കും. വൈകിട്ട് നടക്കുന്ന ചന്ദനക്കുട ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി 4 മണിക്ക് എരുമേലി നൈനാർ പള്ളി ഓഡിറ്റോറിയത്തിൽ അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘവും ജമാഅത്ത് പ്രതിനിധികളും മത സാമുദായിക നേതാക്കളും സൌഹൃദ സമ്മേളനം നടത്തും. ഘോഷയാത്രാ സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി എൻ വാസവൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഘോഷയാത്രയ്ക്ക് വലിയമ്പലത്തിലും ചെറിയമ്പലത്തിലും സ്വീകരണം നൽകും. പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാളിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 6:30-നാണ് തിരുനാൾ കൊടിയേറുക. ഈ മാസം 20-നാണ് പ്രധാന തിരുനാൾ. 27-ന് സമാപിക്കും. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ്ങിനെ നേരിടും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ അടുത്ത 2 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 2022-ൽ മികച്ച സേവനം കാഴ്ചവച്ച ഇഎസ്ഐ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ഈ മാസം 18-ന് മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിക്കും. ആശുപത്രി വിഭാഗത്തിൽ പേരൂർക്കട ഇഎസ്ഐ ആശുപത്രിക്കാണ് 1-ാം സ്ഥാനം. എറണാകുളം, ആലപ്പുഴ ഇഎസ്ഐ ആശുപത്രികൾ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. ഡിസ്പെൻസറി വിഭാഗത്തിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലം ഇഎസ്ഐ ഡിസ്പെൻസറി, കൊല്ലം മൈനാഗപ്പള്ളി ഇഎസ്ഐ ഡിസ്പെൻസറി എന്നിവ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. ബാങ്കോക്കിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ ജപ്പാൻ സ്വദേശിയായ യാത്രക്കാരനിൽ നിന്ന് 27 ലക്ഷം രൂപയുടെ 470 ഗ്രാം സ്വർണ്ണം കസ്റ്റംസ് പിടികൂടി. പേഴ്സിൽ കറുത്ത ടേപ്പ് കൊണ്ടൊട്ടിച്ച് 7 ബാറുകളായാണ് സ്വർണ്ണം കൊണ്ടുവന്നത്. ഷാർജയിൽ നിന്നും കൊച്ചിയിലെത്തിയ കുടുംബത്തിൽ നിന്ന് 41 ലക്ഷം രൂപയുടെ 700 ഗ്രാമിലധികം സ്വർണ്ണവും കസ്റ്റംസ് പിടികൂടി. സംസ്ഥാന സർക്കാരിന് കീഴിലെ ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റായ കേരള സീ ഫുഡ് കഫേ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് ഒരുങ്ങി. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സീ ഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കും. ഓഖി ചുഴലിക്കാറ്റിൽ ജീവൻ നഷ്ടമായ മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി 20 പേർക്ക് റെസ്റ്റോറന്റിൽ തൊഴിൽ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ലഭ്യമാക്കുന്നതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പരിഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ. വികസിത് ഭാരത് സങ്കല്പയാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. മൂവാറ്റുപുഴയിൽ അധ്യാപകൻ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി കണ്ണൂരിൽ പിടിയിൽ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. മകരവിളക്കിനോടനുബന്ധിച്ച് ഈ മാസം 16 മുതൽ 20 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഷില്ലോങ്ങിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.